അങ്ങനെ ഒരു ഡിസംബർ മാസം ഒരുപാട് തവണ പല കാരണങ്ങളാൽ മാറ്റിവെച്ച ഒരു ഡെസ്റ്റിനേഷൻ, അതായിരുന്നു കൊടൈക്കനാൽ. ഇടുക്കിയിൽ നിന്നും കമ്പം തേനി വഴി കൊടൈക്കനാൽ, ഇതായിരുന്നു ഞങ്ങളുടെ റൂട്ട്. പതിവ് പോലെ രാവിലെ 5:30 മണിക്ക് ഞങ്ങൾ റൈഡ് തുടങ്ങി. ഡിസംബർ ആയതുകൊണ്ട് തന്നെ പതിവിലും കൂടുതൽ തണുപ്പ് ഞങ്ങൾ നല്ല പോലെ വാരി പുണർന്നുകൊണ്ടേയിരുന്നു. പലതവണ കമ്പം പോയിട്ടുണ്ടെങ്കിലും അതിരാവിലെ ഈ ചുരം ഇറങ്ങുന്നത് ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ഏലക്കാട്ടിൽ പണിയെടുക്കാൻ ആളുകളെയും കൊണ്ടുവരുന്ന വണ്ടികളുടെ ഒരു റാലി തന്നെ കാണാൻ കഴിഞ്ഞു. ആദ്യമായതുകൊണ്ടാവാം ആ വണ്ടികൾ ഓടിച്ചിരുന്ന ചേട്ടന്മാരെ കണ്ടപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫിലിമിലെ കഥാപാത്രങ്ങളെല്ലാം ഓർമ്മ വന്നു. അങ്ങനെ ആ ചേട്ടന്മാരെയൊക്കെ നല്ല പോലെ ഒന്ന് സ്മരിച്ച് ഞങ്ങൾ ചുരമിറങ്ങി. ഇതൊന്നും കാര്യമാക്കാതെ ഞങ്ങളെ കോക്കറി കാണിച്ച് ഒരു കൂട്ടം കുരങ്ങച്ചന്മാർ ഫാമിലിയായി വഴിയരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 6 മണിക്ക് ഇടുക്കിയിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങളുടെ ലക്ഷ്യം 10 മണിക്ക് കൊടൈക്കനാൽ എത്തുക എന്നതായിരുന്നു. കമ്പം മുതൽ തേനി വരെയുള്ള റോഡുകൾ നല്ല വീതിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഒന്ന് വെച്ച് പിടിച്ചു. അവിടെയും വില്ലനായി ക്രോസ് വിൻസ് വന്ന് അവൻ്റെ പ്രസൻസ് കൂടി അറിയിക്കുന്നുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ടാവാം ഞങ്ങൾ പോയ വഴിയിൽ അധികമൊന്നും ഹോട്ടലുകൾ തുറന്നതായി കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊരു കടയിൽ നിന്ന് നല്ല ചൂട് ജിഞ്ചർ ചായയും കുടിച്ച് ഞങ്ങൾ റൈഡ് തുടങ്ങി. ഇരുവശത്തും ഒഴിഞ്ഞുകിടക്കുന്ന കൃഷിഭൂമി, ഇടയ്ക്ക് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതും കാണാം. അതിരാവിലത്തെ തണുപ്പിൽ നിന്നും ഒരു മോചനം എന്നോണമായിരിക്കാം ചെറിയ രീതിയിൽ ചൂടൊക്കെ കിട്ടി തുടങ്ങി. ഈ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ചുറ്റും പച്ചപ്പും ഹരിതാപയും എല്ലാം ആസ്വദിക്കാം. പക്ഷെ ഡിവൈഡറുകൾ ഇല്ലാത്തതിനാൽ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് നമ്മളെ പോലുള്ള ബൈക്കേഴ്സിനെ കണ്ടെന്ന് വരില്ല. അവസാനം ഈ റോഡുകൾ ചെന്ന് കയറുന്നത് കൊടൈക്കനാൽ ഗാർഡ് റോഡിലേക്കാണ്. ചുറ്റിനും മലകളും മരങ്ങളും വളവുകളുമൊക്കെയായി നല്ല റോഡുകൾ. പ്രത്യേകിച്ച് നമ്മൾ ബൈക്കേഴ്സിന് ആസ്വദിച്ച് കോർണർ ചെയ്യാൻ പറ്റിയ റോഡുകൾ. പക്ഷേ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഓടിച്ചില്ലെന്നുണ്ടെങ്കിൽ മുകളിലേക്കൊരു വിസയും ഫ്രീ ആയി കിട്ടും. അങ്ങനെ മല കയറി ചെല്ലുമ്പോൾ സൂര്യൻ്റെ വെളിച്ചം കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. കൂടെ തണുപ്പും പതിയെ കിട്ടിത്തുടങ്ങി. ഏതാണ്ടൊരു ഫ്രിഡ്ജ് തുറന്നുള്ളിലേക്ക് കയറിയ അനുഭവം. ഡിസംബർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് ബൈക്കേഴ്സിന് കാണാൻ കഴിഞ്ഞിരുന്നു. കുറച്ചു നേരത്തേക്ക് അവരുടെ കൂടെ പുറകിലും മുന്നിലുമൊക്കെയായി ഞങ്ങളും ആ റൈഡ് ആസ്വദിച്ചു. തണുപ്പിൻ്റെ കാഠിന്യം കൂടിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, യെസ്, ഞങ്ങൾ കൊടൈക്കനാൽ എത്തിയിരിക്കുന്നു. കോവിഡിൻ്റെതായ പേടിയോ മുൻകരുതലുകളോ ഒന്നും ഞങ്ങൾ അവിടെ കണ്ടില്ല. ആകെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യുക മാത്രമേ ഉണ്ടായുള്ളൂ. അവിടെയുള്ള ആളുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും മാസ്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു, എവിടെ ഇറങ്ങിയാലും ഹെൽമറ്റും ജാക്കറ്റും ഊരുന്നില്ല എന്ന്. അങ്ങനെ കൊടൈക്കനാൽ എത്തിയ ഞങ്ങൾ ആദ്യം തന്നെ ലേക്ക് കാണാൻ തീരുമാനിച്ചു. കൂടെ ഒരു ചെറിയ പെഡൽ ബോട്ടിങ് കൂടി എടുത്തു. 4 പേരടങ്ങുന്ന ഒരു ബോട്ടിങ്ങിന് 180 രൂപയായിരുന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ബോട്ടിങ്ങിന് കയറി. അപ്പോഴാണ് ഞങ്ങൾക്ക് ആ സത്യം മനസ്സിലായത്, ഈ സാധനം പ്രവർത്തിപ്പിക്കേണ്ട രീതിയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ധാരണയില്ല എന്ന്. എന്തായാലും ലേക്കൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു കഴിഞ്ഞപ്പോഴാണ് വിശപ്പിൻ്റെ വര പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റിന് തട്ടി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തുടങ്ങി. ഗുണ കേവ്, പില്ലർ റോക്ക്, ഡോൾഫിൻ ഹൗസ്, ഇതൊക്കെയാണ് ഞങ്ങൾ പോയ ഡെസ്റ്റിനേഷൻ. ഇവിടെ എല്ലാം പോയെങ്കിലും എന്നെ ഏറെ ആകർഷിച്ചത് ഗുണ കേവ് ആയിരുന്നു. ഒരു വലിയ മരത്തിൻ്റെ വേരുകളും ചുറ്റിനും താഴേക്ക് ഇറങ്ങി വരുന്ന കോടയും എല്ലാം കണ്ടപ്പോൾ മറ്റേതോ രാജ്യത്ത് ചെന്ന പ്രതീതിയായിരുന്നു.
ഒട്ടേറെ കാഴ്ചകൾ സമ്മാനിക്കുന്ന സ്ഥലമായിരുന്നിട്ടും വരുന്ന ടൂറിസ്റ്റുകൾക്ക് സാനിറ്റൈസേഷനോ മുൻകരുതലുകളോ അവിടെ കാണാൻ കഴിയാഞ്ഞത് ഒരു പോരായ്മയെ തന്നെ തോന്നി. ടിക്കറ്റ് ഒന്നിന് വെറും 10 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയായാലും സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിനെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അങ്ങനെ ഒരു ചെറിയ ബ്രെഡ് ഓംലെറ്റിൽ ഞങ്ങളുടെ ലഞ്ചും തട്ടി ഈ കാടിൻ നടുവിലൂടെ യാത്ര തുടങ്ങി. അങ്ങനെ മറ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റായ പില്ലർ റോക്കും ഡോൾഫിൻ നോസും കാണാൻ പോയെങ്കിലും കോട ഇറങ്ങിയതിനാൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും നല്ലൊരു റൈഡ് കിട്ടിയ ആ സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. അങ്ങനെ കുറച്ചുനേരം പൈൻ ഫോറസ്റ്റിലൂടെ വണ്ടിയൊക്കെ ഓടിച്ച് ഈ തണുപ്പും ആംബിയൻസും എല്ലാം നല്ല രീതിയിൽ ആസ്വദിച്ചു. ഫോറസ്റ്റിന്റെ അടുത്തേക്ക് കടക്കുന്ന കവാടങ്ങളിൽ അവിടുത്തെ ഓഫീസേഴ്സ് എല്ലാ ആളുകളെയും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചില ചേട്ടന്മാരെയൊക്കെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് ലാമ്പ് എടുത്ത് വലിച്ചെറിയുന്നതും ഞാൻ കണ്ടു. എന്തായാലും ഞങ്ങൾ കുറച്ചു നേരം വണ്ടിയൊക്കെ അവിടെ നിർത്തി കാഴ്ചകളെല്ലാം നല്ല പോലെ ആസ്വദിച്ചു. അങ്ങനെ സമയം 3 മണിയായി. ഞങ്ങൾക്ക് കൊടൈക്കനാലിനോട് വിട പറയാനുള്ള സമയമായി. ഇത്തവണ ഒറ്റ സ്ട്രെച്ചിൽ ഒരു 162 കിലോമീറ്റർ വണ്ടി ഓടിക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടൈക്കനാലിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരികെ യാത്ര തുടങ്ങി. ഏതൊരു യാത്രയിലും ആ ട്രിപ്പ് അവസാനിപ്പിക്കുന്ന നേരം ഒരു ചെറിയ വിഷമമുള്ളിലുണ്ടാവും. എങ്കിലും ഏതൊരു കാര്യത്തിനും ഒരവസാനം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ ചുരം തിരിച്ചിറങ്ങി സാധാരണ ജീവിതത്തിലേക്കുള്ള ഒരു മടക്കയാത്ര.